ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറിവേപ്പില എങ്ങനെയാണ് ദീർഘകാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കറിവേപ്പില ഉപയോഗിച്ചിട്ടുള്ള ചില ടിപ്സുകളും കറിവേപ്പ് നന്നായി വളരാൻ സഹായിക്കുന്ന കാര്യമൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമ്മൾ കറിവേപ്പിലൊക്കെ എടുത്ത് നന്നായിട്ട് ആ കൊമ്പോട് കൂടി തന്നെയാണ് നമ്മൾ ഒടിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല വൃത്തിയുള്ളൊരു തുണി വിരിച്ചതിന് ശേഷം അതിലേക്ക് അടർത്തി വെച്ചിരിക്കുന്ന കറിവേപ്പിലകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും ചെറിയ നനവുണ്ട്. ഇത് നമ്മളിപ്പോൾ അകത്താണ്, വീടിൻ്റെ അകത്ത് തന്നെയാണ്, അല്ലാതെ വെയിലത്തൊന്നും അല്ല ഇന്നിപ്പോൾ ഇടുന്നത്. അപ്പോൾ വെയിലത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ ഇട്ടിട്ട് ഫാൻ ഇട്ട് കൊടുത്താൽ മതി. വിഷമടിക്കാത്ത നല്ല വീട്ടിലുണ്ടായ കറിവേപ്പ് കിട്ടുന്ന അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകുന്നവർക്ക് നമുക്ക് കൊടുത്തു വിടാനായിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ്. നമ്മൾ അങ്ങനെ സ്റ്റെഫിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇതേപോലെ നമ്മൾ ശരിയാക്കുന്നത്. ഇപ്പോൾ കറിവേപ്പിലയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. നമ്മൾ ഡെയിലി കഴിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ കറിവേപ്പില ഇതേപോലെ ഉണക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കൂമ്പല ഒന്ന് മാറ്റിയതിന് ശേഷം ഉണക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കറിവേപ്പില ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം 5-6 കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇതേപോലെ കറിവേപ്പില നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. അതായത് കുറച്ച് മോരും കൂടി ചേർത്തിട്ട്, മോരും കുറച്ച് ഉള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. കറിവേപ്പിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളും പ്രോട്ടീനുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ മുടികളുടെ ആരോഗ്യത്തിനും തലമുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. മുടിയെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഹൃദയത്തെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മൾ മോര് ചേർത്ത് അതായത് പാട മാറ്റിയ പാൽ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന മോരാണെങ്കിൽ അത് നമ്മൾ ഒരാഴ്ച കഴിക്കുന്നത് കൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കുടിക്കുന്ന വഴി നല്ലൊരു മാറ്റം കിട്ടുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ കറിവേപ്പില. കറിവേപ്പില നമ്മളിപ്പോൾ ഉണക്കി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഫ്രഷായിട്ട് തന്നെയും ഉപയോഗിക്കാം. കവറിലിട്ടതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് അതിന് വേണ്ടത്. പക്ഷേ ആ കറിവേപ്പിലയിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഇല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. കറിവേപ്പില ഒന്ന് ഉണങ്ങി വരട്ടെ. ആ സമയത്ത് കറിവേപ്പ് നന്നായിട്ട് വളരാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ചെടിയിൽ നിന്ന് കറിവേപ്പില നമ്മൾ അടർത്തിയെടുക്കുമ്പോൾ ഓരോ ഇലകളായിട്ട്, ഓരോ ചെറിയ തണ്ടുകളായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ശീലമുണ്ട്. ഞാനുൾപ്പെടെ പലരും ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരു തെറ്റായ കാര്യമാണ്. നമ്മളൊരു കൊമ്പ് അല്ലെങ്കിൽ ഒരു തണ്ട് ഒടിച്ച് വേണം എടുക്കാൻ. അപ്പോൾ കൂടുതൽ ചെനപ്പുകൾ വരാനായിട്ട് അത് സഹായിക്കും. കറിവേപ്പിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടും അത് വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ചെടികളെ നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഓർഗാനിക് വളങ്ങൾ, ലിക്വിഡായിട്ടുള്ള വളങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയക്കാനായിട്ട് ശ്രമിക്കുക. വളങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് സ്റ്റെഫിനി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറിവേപ്പിൻ്റെ തണ്ടിൽ നിന്ന് ഇലകളെ അടർത്തി മാറ്റുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇവരിത് ജോർജിയയിൽ വെച്ച് ഇതിനു മുമ്പ് ഒരു ഫ്രണ്ട്സ് ഇതുപോലെ നാട്ടിൽ നിന്ന് പോയി വന്നപ്പോൾ കറിവേപ്പില കൊണ്ടുവന്നിട്ട് അവർ അവിടെ വെച്ചിട്ടാണ് ഇത് കറക്റ്റ് ചെയ്ത് ഇതേപോലെ ചെയ്ത് വെച്ചിട്ട് ഒരുപാട് നാൾ ഇവർക്ക് ഉപയോഗിക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അവിടെ ചെന്നിട്ട് കഷ്ടപ്പെട്ട് ചെയ്യട്ടല്ലോ, ഇവിടെ നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മളിത് കറക്റ്റായിട്ടൊക്കെ, സ്റ്റെഫിൻ തന്നെയാണ് ഇത് ഫുള്ള് ഏകദേശം ചെയ്തത്. ഞാൻ കഴുകി കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ടിപ്സുകളൊക്കെ ഒന്ന് പറയണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യണേ. ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം കൂടി നമ്മൾ ഇതേപോലെ വെച്ച് ഇതിൻ്റെ ജലാംശം പൂർണ്ണമായിട്ടും മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അടുത്തായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, വീട്ടിലേക്കും കൂടി ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനും പിന്നെ കുറച്ചുണ്ടാക്കി, എനിക്ക് വേണ്ടിയിട്ട് കുറച്ചുണ്ടാക്കി. കാരണം എന്ന് പറയുന്നത്, നമുക്കെപ്പോഴും പുറത്ത് പോയിട്ട് കറിവേപ്പില പറിക്കണ്ട, എളുപ്പത്തിന് നമുക്ക് വീട്ടിൽ ഇതേപോലെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി.
അപ്പം ഞാനും അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഒന്നുകൂടി നന്നായിട്ട് ഉണങ്ങി, അതായത് ഈ കറിവേപ്പിലയിൽ ഇങ്ങനെ ഒന്ന് നെക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിന്, ഏകദേശം ആ ഒരു പരുവത്തിലേക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് സ്റ്റെഫിൻ ഇതിങ്ങനെ ഒന്നുകൂടി ഒന്ന് ഉണക്കാനായിട്ട് വെക്കുന്നത്. നല്ല വൃത്തിയായിട്ട് കഴുകിയ മുറം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അക്കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇങ്ങനെ ഉണക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ കറിവേപ്പില നമ്മൾ പാക്ക് ചെയ്തു എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സിപ്ലോ കവറിലാണ് നമ്മളിട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. തീർച്ചയായിട്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.